ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹൈദരാബാദി മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബിരിയാണി നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരെ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളം എന്ന ഓപ്ഷൻ വരെ നിങ്ങൾ അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ ഒരു അടിപൊളി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 സവാള ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞതാണ്. അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫസ്റ്റ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതെല്ലാം ഈ ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ടെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടാൻ കുറച്ചൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടേ ഒരു 3 സവാള ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടത് ഇതുപോലെ ഇരിക്കണം. ഇനി ഇതിൻ്റെ 1/3 ഭാഗം നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു 2 ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു ഭാഗം നമുക്ക് ചോറൊക്കെ അലങ്കരിക്കുമ്പോൾ അതിലേക്ക് ഇടാനാണ് മാറ്റി വെച്ചിട്ടുള്ളത്. കണ്ടോ, ഒരു ഭാഗം ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മാറ്റി വെച്ചത് ഇതുപോലെ ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 3/4 കിലോ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മട്ടനിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് പുളിപ്പുള്ള തൈര് എടുക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം കൂടി ഒരുമിച്ച് ചതച്ചെടുത്തതാണ്. അതൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ വറുത്ത ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് ഗരം മസാല എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മട്ടനിലേക്ക് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ഇതങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു കുക്കർ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, ബാക്കി അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു പട്ടയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ പീസുകളൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ പീസുകളും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇനി നമുക്കിതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പാത്രത്തിൽ നമുക്കൊന്ന് കലക്കിയിട്ട് അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മസാലയൊക്കെ ആ പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടല്ലോ, അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ കുക്കറിനും ഓരോ അളവായിരിക്കും വേവുന്നത്. അങ്ങ് മട്ടൻ ഒരുപാടങ്ങ് വെന്ത് പൊടിഞ്ഞു പോകാതെ വേവിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ അത് വേവുന്ന നേരത്ത് നമുക്കിതിനായിട്ടുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കൈമ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ ഈ ഒരു ബിരിയാണിക്ക് നീളൻ അരിയാണ് എടുക്കുന്നത്. പക്ഷേ എനിക്കിവിടെ കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് ഈ ഒരു ചെറിയ അരി ഇട്ടിട്ട് വെക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഈ ഒരു അരി അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കോലം എടുത്തിട്ടുണ്ട്, ഒരു പട്ടയുടെ ഇല എടുത്തിട്ടുണ്ട്, കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 5-6 ഏലക്കയും ഗ്രാമ്പും പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. അതൊരു 1.5 ടേബിൾ സ്പൂൺ കണക്കിന് ഗരം മസാല എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത സൺഫ്ലവർ ഓയിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അരമണിക്കൂർ ആകുമ്പോഴേക്കും നിങ്ങൾ അരി ഒന്ന് ഊറ്റി വെക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിളിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ തീ കൂട്ടി കൊടുത്തിട്ടാണ് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിക്കോളൂ, അടിക്കൊന്നും പിടിക്കാതെ. ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് പതിയെ ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ 2/3 ഭാഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളെ മട്ടൻ ഇതുപോലെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മട്ടൻ കറിയും ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ചോറിൻ്റെ 1/2 ഭാഗം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഈ ചോറ്റിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുതിനയും മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മട്ടൻ പീസുകൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു മട്ടൻ കറി ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന ചോറും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയിരിക്കുന്ന മൊത്തം ചോറ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ബാക്കിയിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പുതിനയിലയും മല്ലിയിലയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ അത്രയും ഇട്ട് കൊടുക്കുക. ഇനി നമ്മളെ ചോറ്റിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് ദം ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചെറു തീയിലിട്ടിട്ട് മാത്രമാണ് ദം ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാണ്ട് ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ബിരിയാണി നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം നമ്മളിതിനകത്ത് ഒരുപാട് എരിയൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മറക്കാതെ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എന്നാൽ മാത്രമേ നമുക്കിതൊന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ നിങ്ങളെല്ലാ കൂട്ടുകാരും കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇവിടെ നിർത്താണ്. അപ്പോൾ നല്ല വേറൊരു വിഭവമായിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.